ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഒരു മൂടിക്കെട്ടിയ മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത്. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയണ്ടേ? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ മിഥുൻ കുക്കുവിൻ്റെയും അച്ചു കുക്കുവിൻ്റെയും വീട്ടിലോട്ടാണ് പോകുന്നത്. അവരുടെ ശരിക്കുള്ള പേര് മിഥുനും അശ്വതി എന്നാണ് കേട്ടോ. ഞങ്ങൾക്ക് അവർ മിഥുൻ കുക്കുവും അച്ചു കുക്കുവാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇതേ കണ്ണാടിയൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ട്രിപ്പിന് പോവല്ലേ. ഞാൻ ട്രിപ്പിന് പോകുമ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ കണ്ണാടി വെക്കാറുള്ളൂ. പ്രായമൊക്കെ ആയി വരുമല്ലേ, ട്രിപ്പ് പോകുമ്പം റോഡ് സൈൻസ് ഒക്കെ കാണണമല്ലോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ മൂടിക്കിടക്കുവാണ് കേട്ടോ ആകെ. അപ്പം നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ യാത്ര വരുന്നുണ്ട് നമ്മുടെ സ്ഥലത്ത് നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകാൻ. അത് മാത്രമല്ല, ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേറെ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഈ ട്രിപ്പ് മാർച്ച് ലാസ്റ്റിലായിരുന്നു കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അപ്പോൾ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓൾ ഓഫ് എ സഡൻ ഈ സമയത്ത് എനിക്കും അക്ഷയ്ക്കും അവധിയാണ്. എങ്കിൽ പിന്നെ ഈ ഒരു സമയം തന്നെ സെലക്ട് ചെയ്യാമെന്ന് ഞങ്ങൾ 4 പേരും കൂടി തീരുമാനിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് കുറച്ച് പേര് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു വാക്ക് അപ്പോൾ എന്നാണ്. സംഭവം ശരിയാണ്, ഞാനും കേട്ടിരുന്നു. എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ആ തെറ്റ് വരുത്താതെ നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ മോൻ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് മാക്സിമം അവൻ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാം, എന്നിട്ട് അവൻ ഉണരുന്ന സമയമാകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സർവീസിൽ കയറാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഇറങ്ങിയ ദിവസം ഒരു തേഴ്സ്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ദേവുമായിട്ട് സംസാരിച്ചിരുന്നു. ദേവു അച്ചുവിൻ്റെയും കുക്കുവിൻ്റെയും മോളാട്ടോ. ദേവുവിന് അന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അങ്കിളും ആൻറ്റി നേരത്തെ എത്തുവാണെന്നുണ്ടെങ്കിൽ ദേവുവിനെ സ്കൂളിൽ വന്ന് പിക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ആ ഒരു പ്ലാനും ഉണ്ട് ഞങ്ങൾക്ക് മനസ്സിൽ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു സർവീസിൽ കയറി. മോന് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കുഞ്ഞിന് കൊടുത്തു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വേഗം കഴിച്ചു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഫ്രഷായി, മോനെ ഒന്ന് ഫ്രഷാക്കി, അവന് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തൊരു കടയിൽ ഞാൻ ദേവുവിന് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ അവിടെയും അത്യാവശ്യം മഴയുണ്ട്. നമ്മുടെ വെയിൽസിലെ പോലെ തന്നെ അവിടെയും മഴയുണ്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം എല്ലാവരും UK ഫുൾ മഴയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നല്ല ക്ലൗഡി ആയിട്ടായിരുന്നു അവിടെയും കിടന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ മോട്ടോർ വേയിൽ കയറി. നമ്മളൊക്കെ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ളൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ശരിക്കും. മോനാണെങ്കിലും ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് അവനും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ 2 പേരും. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ മാൻസ്ഫീൽഡിലോട്ട് കയറി കേട്ടോ. അപ്പം ഓരോ സമയവും മാപ്പിൽ കുറയുന്നത് കാണുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും എന്താ പറയുക, ഭയങ്കര എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പോരാ. ആക്ച്വലി അക്ഷയും അശ്വതിയും മിഥുനും, അതായത് അച്ചുവും കുക്കുവും അക്ഷയും, അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഒന്നിച്ച് പഠിച്ച ആളുകളാട്ടോ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അക്ഷയ് അവരുടെ സ്ഥലത്തു നിന്ന് സ്ഥലം മാറിപ്പോയി. അങ്ങനെ പിന്നെ ശരിക്കുള്ളൊരു റീയൂണിയൻ UK വെച്ചിട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഞങ്ങളിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് വരുന്നത് ഇവരുടെ പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ്ങിനാണ്. അതായത് 2023 ജാനുവരിയിൽ. ആ സമയത്താണ് ഞങ്ങൾ ലാസ്റ്റ് ഒന്നിച്ചിവിടെ വരുന്നത്. അത് കഴിഞ്ഞ് കൂടുതലും അച്ചും കുക്കും നമ്മുടെ സ്ഥലത്തേക്കാണ് കേട്ടോ എപ്പോഴും വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു സമയം കഴിഞ്ഞാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്, മോനുണ്ടാകുന്നത്. അങ്ങനെ ഓരോ സമയത്ത് അവരിവിടെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു ഫാമിലിയെക്കാട്ടിലും നമുക്ക് അത്ര ബോണ്ടാണ്. ഇപ്പം മോളായാലും
അപ്പം മോന് അവരും അവിടെ കളിയാക്കി പറയുന്നത് ദേവുവിൻ്റെ അമ്മ വീടാണ് വെയിൽസ് എന്നാട്ടോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ല നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ അവരുടെ സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെയും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെ ശരിക്കും ഷെയർബ്രൂക്കാണ് കേട്ടോ സ്ഥലം. അത് നോട്ടിംഗ്ഹാംഷെയറിൽ വരുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് കൂടുമ്പോഴത്തേക്കും അച്ചു വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്, എവിടെ ആയി ഇനി എത്ര സമയമുണ്ട് ബാക്കി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് അപ്ഡേഷൻ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ഇവിടുത്തെ ഉള്ള വീടുകളിലും അവിടുത്തെ ഉള്ള വീടുകളും ഒക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കുമല്ലോ ബിൽഡിങ് വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അച്ചു കുക്കുവിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുവാണേ. അങ്ങനെ അച്ചു കണ്ടിട്ടുണ്ട് ഞങ്ങൾ ജനലിൽ കൂടെ ഞങ്ങൾ വരുന്നത്. അങ്ങനെ അച്ചു ചാടി പുറത്തിറങ്ങിയത്, മഴയാണ്. അങ്ങനെ ഇതേണ്ട കുക്കുവിന് ഞാൻ പറഞ്ഞല്ലോ ഡ്യൂട്ടിയാണ്, കുക്കു പോയിട്ടുണ്ട്, മോൾ സ്കൂളിലുമാണ്. ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെ പോയാലും നമുക്ക് ദേവുവിനെ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ദേവുവിനെ നമുക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുവരാം എന്നൊക്കെയുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ അച്ചു വന്ന് കുനീഷിനെ വിളിക്കുന്നുണ്ട്. കുനീഷിനെ അങ്ങനെ ജാടയൊക്കെ ഇട്ട് അവിടെ ഇരിപ്പുണ്ട്. അവന് അറിയാം കേട്ടോ, എല്ലാവരെയും നന്നായിട്ട് അറിയാം. ആളിപ്പോൾ ഒരു ഉറക്ക മൂഡിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അച്ചു അമ്മേനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ കുനീഷിനെന്തേ അച്ചുവിൻ്റെ മേത്തൊക്കെ ചാടിക്കേറിയിട്ടുണ്ട്. അങ്ങനെ ദേവു ചേച്ചി വരാൻ വേണ്ടി കുനീഷിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടോ, അവൻ്റെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ. ആ വന്ന സന്തോഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ഡാൻസൊക്കെ കേട്ടോ. അവനിഷ്ടപ്പെട്ട പാട്ടൊക്കെ വെക്കുകയാകുമ്പോഴത്തേക്കും ഭയങ്കര ഡാൻസുകാരനാണ്. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. അപ്പോൾ ഞാൻ കൂടുതലും ലാലേട്ടൻ്റെ പാട്ടൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ കേട്ട് ആശാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ദേവുവിനെ വിളിക്കാനായിട്ട് സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അവിടെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ആ കാർ പാർക്കിൽ കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ കുക്കു അവിടെ എത്തിയിട്ടുണ്ട്. കുക്കു ഡ്യൂട്ടി കഴിഞ്ഞാൽ ദേവുവിനെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നാലും നമ്മളും കൂടെ അവിടെ ചെല്ലാമെന്നാണ് കുക്കുവിനോട് വിളിച്ച് പറഞ്ഞിരുന്നത്. അങ്ങനെ കുക്കു അവിടെ എത്തി. ഞങ്ങളിതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കുക്കുവിനോട് പറയുമായിരുന്നേ, ദേവുവിനോട് പറയണം ഞങ്ങൾ എത്തിയിട്ടില്ല എന്ന് കള്ളം പറയണമെന്ന്. അങ്ങനെ നമുക്ക് ദേവുവിന് സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുവാണേ വണ്ടിയിൽ. അതാണ് ഞാൻ ദേവുവിന് മേടിച്ച ഒരു കുഞ്ഞ് ഗിഫ്റ്റ്. അപ്പോൾ കുക്കു ഞങ്ങൾ വന്നിട്ടില്ലെന്നാണ് ദേവുവിനോട് പറഞ്ഞത്. പക്ഷേ ദേവു ഞങ്ങളെ കണ്ടുപിടിച്ചു കേട്ടോ, വണ്ടിയിൽ ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ദേവുവിന് ഞാൻ ആ കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ആൾക്ക് സർപ്രൈസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ അവൾക്കൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ദേവുവിന് നന്നായി ചേരുമെന്ന് ഭയങ്കരമായിട്ട് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ച് അതിന് മുന്നേ ദേവു ഞങ്ങൾക്ക് സർപ്രൈസ് തന്നു കേട്ടോ. ദേവുവാണ് ശരിക്കും ആദ്യം ഞങ്ങൾ ചെന്നപ്പം എനിക്കും അക്ഷയ്ക്കും മോനും ഒക്കെ അവൾ ഗിഫ്റ്റ് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റില്ല കേട്ടോ, എക്സൈറ്റ്മെൻറ്റ് കൂടി ഞാനതൊന്നും എടുത്തിട്ടില്ല. ഇത് ഞാൻ ദേവുവിന് വേണ്ടി മേടിച്ച ഡ്രസ്സാണ്. ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട്. ഇത് കണ്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഈ ലെറ്റർ. അതാണ് ദേവുവിൻ്റെ പ്രത്യേകത. പുള്ളിക്കാരി ഇങ്ങനെ ലെറ്ററും കാർഡ്സൊക്കെ ഉണ്ടാക്കി നമുക്ക് സർപ്രൈസ് തരും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, അച്ചു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണിയാണ്. ആക്ച്വലി ഞങ്ങൾ ആ വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര ബിരിയാണിയുടെ സ്മെല്ലായിരുന്നേ. പിന്നെ അങ്ങനെ എന്തായാലും എല്ലാവർക്കും വിശന്നിരിക്കുവാണ്. സാലഡ്, ബിരിയാണി, പപ്പടം, അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അച്ചു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്തു, വേഗം കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ. അങ്ങനെ അച്ചു നല്ല അടിപൊളി അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ. എനിക്കും ഒരു ബോട്ടിൽ പാവം നേരത്തെ ഇങ്ങോട്ടേക്ക് തന്നുവിടാനായിട്ട് ഉണ്ടാക്കി വെച്ചു. ഇതേ പപ്സ് നമ്മുടെ ലിമ്മ ചേച്ചി ഉണ്ടായിക്കൊണ്ട് വന്നതാണ്. ലിമ്മ ചേച്ചി അച്ചുവിൻ്റെയും ഞങ്ങളുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, പക്ഷേ ചേച്ചി പപ്സൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു. അച്ചു നൈറ്റിന് പോയാട്ടോ അന്ന് വൈകിട്ട്. ഇത് വൈകിട്ട് പിള്ളേർ ഭയങ്കര കളിയാണ് കേട്ടോ. 2 പേര് നന്നായിട്ട് ഒത്തിരി എൻജോയ് ചെയ്തേ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ദേവുവിന് സ്കൂളിൽ പോകണം. അന്ന് ഫ്രൈഡേ ആണ്.
അങ്ങനെ അക്ഷയ് മാമൻ കൊണ്ടാക്കാമെന്നും പറഞ്ഞ് അക്ഷയ് മാമനും അച്ചുവും ദേവും കൂടെ സ്കൂളിൽ കൊണ്ടാക്കി. അങ്ങനെ ദേവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് മാൻസ്ഫീൽഡ് നമുക്ക് ടൗണൊക്കെ ഒന്ന് കറങ്ങാമെന്ന് കരുതി. ഇതാണ് നമ്മുടെ ലിമ്മ ചേച്ചി കേട്ടോ. ഞാൻ പിടിച്ചിരുത്തിയ ഒരു വീഡിയോ എടുത്താണ്. ചേച്ചിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോയിൽ വരാൻ. അങ്ങനെ ഞാനും അക്ഷയും ദേവും ഇല്ല കേട്ടോ, സോറി, ദേവ് സ്കൂളിൽ പോയി. അച്ചുവും ലിമ്മ ചേച്ചിയും മോനും ഞങ്ങളെല്ലാവരും കൂടി മാൻസ്ഫീൽഡ് ടൗൺ കറങ്ങാൻ പോവാണ് കേട്ടോ. അന്നത്തെ ദിവസവും മഴയാണ്. ഞങ്ങൾ വന്ന ദിവസങ്ങളിൽ ഫസ്റ്റ് ഡേ മഴയായിരുന്നു, സെക്കൻഡ് ഡേ മഴയാണ്. അന്ന് പിന്നെ ദേവ് സ്കൂളിൽ പോയിരിക്കുമല്ലേ, അപ്പം നമുക്ക് വേറെ എങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുത്തെ ടൗണിലൊക്കെ ജസ്റ്റ് കറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് ഈ കാണുന്നത്. അങ്ങനെ മഴയത്ത് ഞങ്ങൾ ടൗണിലേക്ക് വെച്ച് പിടിക്കുവാണ്. അപ്പം ഇവിടെയും ഏകദേശം നമ്മുടെ എന്താ പറയുക വെയിൽസ് പോലെ തന്നെ നല്ല ഭംഗിയാട്ടോ ഇവിടുത്തെ സ്ഥലമൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി. ടൗണിൽ കണ്ടോ അധികം തിരക്കൊന്നും കാണുന്നില്ല, മഴയായതുകൊണ്ട് തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ പാർക്കിങ് തപ്പി ഇരിക്കുന്ന ഒരു സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ലിമ്മ ചേച്ചി കുറേ കോമഡിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ ഇരിക്കുവാണ്. മോന് ഏകദേശം അവന് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അവൻ ഒരു ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ ഇവിടെ വലിയ തിരക്കില്ല കേട്ടോ ടൗണിൽ, മഴ ആയതുകൊണ്ടായിരിക്കും. ഇതിനു മുമ്പ് ഞങ്ങൾ ഈ ടൗണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാർക്കറ്റ് വരാറുണ്ട്. നല്ല രസമാണ് കേട്ടോ അവിടെ പോയി പർച്ചേസ് ചെയ്യാനൊക്കെ. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഈ മഴയായതുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ കണ്ടോ കോട്ടൊക്കെ ഇട്ട് നടക്കുവാണ്. ഞാനാണെങ്കിൽ കുടയൊക്കെ പിടിച്ചാണ് നടക്കുന്നത് മഴയായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ചില കടകളിലൊക്കെ കയറി നോക്കി, പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും വാങ്ങിയൊന്നുമില്ല. ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ കയറിയതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഫ്ലവർ ഷോപ്പൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഏത് കടയിൽ കയറും, അങ്ങനെയൊക്കെ ഓരോ ചിന്തകളാണ്. നമ്മൾക്ക് ഓരോ പുതിയ സ്ഥലത്ത് വരുമ്പോഴും അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണല്ലേ. അങ്ങനെ അവിടെ ഒരാളിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടു. അങ്ങനെ ഈ ടൗണിനകത്ത് തന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ പ്രൈമാർക്കിൽ കയറിയായിരുന്നു ജസ്റ്റ്. മോന് 1-2 ഡ്രസ്സൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി എവിടെ പോകും, എല്ലാവർക്കും വിശക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുവാണേ. അച്ചു പാവം കൊടയൊക്കെ പിടിച്ച് നടപ്പുണ്ട്. പിന്നെ മോനാണെങ്കിലും അവനൊരു ഉറക്കം വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനൊരു ഉറക്കം വരുന്ന ഉറങ്ങുന്ന ടൈമാണ്. ഏകദേശം ഒരു 11 മണിയൊക്കെയാന്ന് പറയുന്നത്. അപ്പം ആ ഒരു മൂഡിലാകട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ കടകളൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കി. ഇത് നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ അവിടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് താളം പിടിക്കുവാണ്. ഞങ്ങൾ ചുമ്മാ കുഞ്ഞിനെ ഹാപ്പിയാക്കാൻ വേണ്ടി ഞാനും അച്ചും കൂടെ ചുമ്മാ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് അവനെ ഒന്ന് ഹാപ്പിയാക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ടൗണിൽ നിന്ന് വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവൂസ് എത്തി കേട്ടോ. ദേവുവിനാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ വരണം എന്നുള്ളൊരു ചിന്തയിലാണ്. മോനുമായിട്ട് കളിക്കാമല്ലോ. അങ്ങനെ 2 പേര് ഹാപ്പി. കുക്കുമായിട്ട് 2 പേരും കൂടെ കളിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ദേവുവിന് ഐശ്വര്യയുടെ വ്ലോഗിനെ പറ്റി എന്താ പറയാനുള്ളത്? It's good, but it's also bad at the same time. അങ്ങനെ ദേവുവിൻ്റെ റിപ്ലൈ കേട്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പാവ അച്ചു നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആള് ഭയങ്കര സ്പീഡാണ് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും അച്ചു ഒരു പകുതി വിഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അമ്മാതിരി അടിപൊളി കുക്കാണ് കേട്ടോ. കുക്ക് മാത്രമല്ല, ഭയങ്കര സ്പീഡാണ് ആൾക്ക്. എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയും വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അച്ചു പറഞ്ഞു നമുക്ക് രാത്രിയിൽ ഇലയിൽ ഫുഡ് റെഡിയാക്കാം. അപ്പോൾ ഇരിക്കുന്നതാണ് ജിൻഡോ ചേട്ടൻ കേട്ടോ. ജിൻഡോ ചേട്ടൻ നമ്മുടെ ലിമ്മ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ലിമ്മ ചേച്ചിക്ക് അന്നത്തെ ദിവസം നൈറ്റാണ്. അപ്പോൾ ചേച്ചി അന്നില്ല, ചേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്
ഇലയൊക്കെ വിളമ്പി, ഇലയിൽ ചോറൊക്കെ വിളമ്പി, കറികളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ബോയ്സ് ഇരിക്കട്ടെ എന്ന് കരുതി ജിൻഡോ ചേട്ടനും കുക്കുവും നമ്മുടെ അക്ഷനും ഒക്കെ കൂടെ ഇരുന്നു. അതിനുശേഷം അവർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും അച്ചുവും കൂടി ഇരുന്നു. ഇതേ കണ്ടോ, ബീഫുണ്ട്, ചെറുപയർ മെഴുക്ക് പുരട്ടിയുണ്ട്, പൈനാപ്പിൾ പുളിശ്ശേരി, നെല്ലിക്ക അച്ചാർ, പപ്പടം, നാരങ്ങ അച്ചാർ, സാമ്പാർ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വേഗം കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നേ. അങ്ങനെ ദേ അച്ചുവും പിള്ളേരും കൂടെ കളിക്കാൻ തുടങ്ങി രാത്രി ആയപ്പോഴത്തേക്കും. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് രാവിലെ തന്നെ ഞങ്ങൾ പീക്ക് ഡിസ്ട്രിക്റ്റ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ മോനാണെങ്കിൽ രാത്രിയായിട്ട് അവന് ഉറക്കമൊന്നും വരുന്നില്ല. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ചേച്ചിയായിട്ട് കളിക്കാമല്ലോ എന്നൊക്കെയുള്ള ഭയങ്കര ഹാപ്പി മൂഡിലിരിക്കുവാണ്. ദേവു ഉറങ്ങിയിട്ടില്ല. അങ്ങനെ പിള്ളേർ അന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റൊക്കെ ആയി. പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റ് പോകണമെന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ വേഗം തന്നെ രണ്ടുപേരെയും പിടിച്ച് കിടത്തി ഉറക്കി ഞങ്ങൾ ഉറങ്ങി. ഓൾറെഡി ടയേർഡായിരുന്നല്ലോ, ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങി. പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.